കാർഡ് എടുത്തിട്ട് 718. ഓ അയ്യാ, ഒരു BSNL കൂപ്പൺ കൊടുക്കുക. കൂപ്പൺ കാലിയാச்சு സാർ. ഈവനിങ് தான் വരും. ഈവനിങ് വരെ ഫോൺ ചെയ്യാതെ ഞാൻ കാത്തിരിക്കണം. അയ്യോ, ഈ ഫോൺ വർക്ക് ചെയ്യും? വർക്കാവും സാർ. സാർ ഇന്നെങ്ങാനും മുടിയുവാ നീ മുച്ചലാ സാർ. മുച്ചരാ എനിക്ക് 2 ദിവസമായിട്ട് ഞാനകത്താ, നീയൊക്കെ പുറത്തു. മുച്ചരാ ആ സാർ. ഇല്ല ഓടില്ല സാർ. ഇല്ല ഓടില്ല. ഹലോ സാർ, ഞാൻ ജോണിക്കുട്ടിയാ. രാവിലെ എന്റെ മോളെ കാണാനില്ലെന്ന് കംപ്ലൈന്റ് തന്ന ആളാ ജോണിക്കുട്ടി. അവൾ എവിടെയുണ്ടെന്ന് വല്ല വിവരവും കിട്ടിയോ? നിങ്ങൾ പറഞ്ഞ പയ്യനെ ഞാൻ വിളിച്ചിരുന്നു. പക്ഷെ സംഗതി ചില പ്രശ്നമുണ്ടല്ലോ ജോണിക്കുട്ടി. അവൻ തന്റെ മോളെ കെട്ടാൻ പോകുന്ന പയ്യനാണെന്നാണല്ലോ പറയുന്നത്. ഇനി പെണ്ണ് പ്രേമിച്ച് ഒളിച്ചോടി പോയാൽ മറ്റാണോ? ഞാൻ നിങ്ങൾക്ക് അവന്റെ നമ്പർ തന്നത് അവനെ അറസ്റ്റ് ചെയ്യാനാണ്, അല്ലാതെ അവന്റെ ഭൂതവും പാപിയും വർത്താനം ഒക്കെ കേട്ട് അന്വേഷിക്കാൻ വേണ്ടിയല്ല. ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്യും, അവനെ ഒന്നോടെ വിളിച്ച് നൈസായിട്ട് അവൻ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കി സാർ ജീപ്പ് എടുത്തോണ്ട് പോയിട്ട് അവനെ പൊക്കിക്കൊണ്ട് വന്ന് ലോക്കപ്പിലിട്ട് ശരിക്കൊന്ന് പൂസ് സാറേ. അവൻ തത്ത പറയണ പോലെ സത്യമെല്ലാം തുറന്നു പറയും. സാറിനെയൊക്കെ ആരാ സാറേ പോലീസിലെടുത്തത്? മിസ്റ്റർ ജോണിക്കുട്ടി, എന്താ സാർ? നിങ്ങളൊരു കാര്യം ചെയ്യും, വീട്ടിൽ നേരെ കമ്മീഷൻ ഓഫീസിലേക്ക് ചെല്ലേ. അവിടെ നിന്നൊരു ഫോം കിട്ടും, അത് വാങ്ങിച്ച് ഫില്ല് ചെയ്യണം. ഈ ക്യാപിറ്റൽ ലെറ്റർ തന്നെ ഫില്ല് ചെയ്യണേ. അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ലെറ്റർ വരും, പോലീസ് ട്രെയിനിങ്ങിന് ചേരാൻ. അതിന് സെലക്ട് ആയി ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് എന്നെക്കാൾ ഹയർ പൊസിഷനിൽ എങ്ങാനും ആയാ എന്റെ തലയിൽ കയറി നിറങ്ങുക. അപ്പൊ ഞാൻ അനുസരിക്കാം, അല്ലാതെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവരെ വായ്പാട്ട് പഠിപ്പിക്കല്ലേ. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണം ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. എത്രയായി? 3 രൂപ സാർ. ഓ, കാശിന് കുറവൊന്നുമില്ല, കൂപ്പൺ ചോദിച്ചാ ഇല്ല. I'm in traffic. പൈസ എപ്പോ തരോടാ മാറിക്കേ? Dude, പൈസ I'm in traffic. പൈസ എപ്പോ തരോടാ അല്ലടാ നീ? എടാ പുള്ളി ഞാൻ ട്രാഫിക്കിലാ. ഈശ്വര, ബ്യൂട്ടിഫുൾ ഗേൾ. எக்ஸ்கியூஸ் மீ, ஃப்ரெண்ட் கிட்ட பேசணும், கொஞ்சம் ஃபோன் தர முடியுமா? It's okay. I'm Manik. ഹലോ മാത്യു, ഞാൻ ജീനിയ. ഹലോ ജീന. എടി, ഞാൻ നിന്നെ കണ്ടിരുന്നു, നിന്റെ അടുത്ത് വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ വട്ടിരാജ് നിന്റെ തൊട്ടടുത്ത് നിൽക്കണോണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടാതാകെ. അതിനിടയ്ക്ക് നിന്റെ അച്ഛനാണെങ്കിൽ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തേക്കാ ഞാൻ നിന്നെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. നാശം പിടിക്കാനായിട്ട് ഇതൊക്കെ എവിടെ പോയി അവസാനിക്കുന്ന എനിക്കൊരു എത്തും പിടിയും കിട്ടല്ല. എല്ലാം എൻ്റെ സമയം. നീ ധൈര്യമായിരിക്കേ, എല്ലാം ശരിയാവും. പിന്നെ എൻ്റെ അച്ഛൻ കൊടുത്ത കംപ്ലൈൻറ്റ് അത് നീ കാര്യമാക്കണ്ട, ഞാൻ നിൻ്റെ ഒപ്പമല്ലേ. ജീന, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലിരിക്കേ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞാൻ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർത്ത് നിന്നെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകണം. ശരി, ടെൻഷൻ അടിക്കണ്ട, വൈകിട്ടാകുമ്പോൾ എല്ലാം ശരിയാവും. ഓക്കെ, ശരി. ബൈ. ഫോണിങ്ങനെ മേടിച്ച് പിന്നെ പേര് അയ്യമ്മേ. താങ്ക് യു. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഐ ആം മാണിക്. മലയാളിയല്ലേ? അതെ. പേരെന്താ? ജീന. ജീന യഹ മറന യഹ ജിസ്. ഇത് കണ്ണോ അതോ കാന്തമോ? ജീന, യു ആർ വെരി ബ്യൂട്ടിഫുൾ. താങ്ക്സ്. ഞാൻ ജീന, ഗോ ഫോർ എ കോഫി ചാറ്റ്. എക്സ്ക്യൂസ് മീ. അല്ല, നമ്മൾ മലയാളികളാണല്ലോ, കാപ്പിയൊക്കെ കുടിച്ച് സംസാരിച്ച്. നാട്ടിലെവിടെ വീട്? തൃശ്ശൂരാണോ കൊല്ലത്തോ? സോറി, ഞാൻ എൻഗേജ്ഡാ. ഓ, ഇപ്പോൾ ബിസിയാണല്ലേ? അതല്ല, ഞാൻ കമ്മിറ്റഡാ, കല്യാണം ഉറപ്പിച്ചതാ. ശരി, ഞാൻ
സോ വാട്ട്, ഒരു കോഫി ചാറ്റ് അല്ലേ ജീന? എന്തേട്ടാ கொஞ்சம் தண்ணி നല്ലൊരു ജ്യൂസ് എടുക്കട്ടെ? ഐസ് ഒക്കെ എടുക്കാം. തണ്ണി എടുക്ക്. അല്ല വെള്ളം ഫ്രഷ് പപ്പായ, മാമ്പഴം, മാതളം, പൈനാപ്പിൾ, സാത്തുക്കുടി, ആപ്പിൾ, ഓറഞ്ച്, കർബൂസ്, കിർണി. ഹോട്ട് ക്ലൈമറ്റിന് ഫ്രഷ് ജ്യൂസ് ഒന്നും പോടത്താ, നല്ല ഫ്രഷ് ആയിരിക്കും. അണ്ണാ അണ്ണാ എടുക്കട്ടാ? എന്ത് മനുഷ്യനാ. ചേട്ടാ ഇവിടെ എന്താണ് ചേട്ടാ? എല്ലാ ജ്യൂസും ഉണ്ട്. പപ്പായ, മാമ്പഴം, മാതളം. ഹലോ ഹലോ മാത്തുള്ളിയാ, എവിടെയുണ്ട്? ഞാൻ ഇവിടെ മന്ദവയിലുണ്ട്. മന്ദവേലിയാ? ഞാനും മന്ദവേലുണ്ടല്ലോ. അളീന എവിടെയാണ്? ഇവിടെ ബസ് ഡിപ്പോയുടെ അടുത്തൊരു ജ്യൂസ് ഷോപ്പിന് അടുത്തുണ്ട്. ഊണ് കഴിക്കണ നേരത്താണോ അളിയാ ജ്യൂസ് കഴിക്കണേ? അളീനൊരു കാര്യം ചെയ്യും, നേരെ റോയൽ ഹോട്ടലിലോട്ട് പോവാ, നമുക്ക് ഊണ് കഴിച്ചോണ്ട് സംസാരിക്കാം. എന്തേ? ആ ഓക്കെ. തിന്നാൻ വേണ്ടി ജനിച്ചൊരു സാധനം. വന്നുണ്ട്. യെസ് സർ. ഓക്കെ സർ. മാത്തുള്ളിയാ എന്താ കഴിക്കണേ? ഇല്ല എനിക്കൊന്നും വേണമെന്നില്ല. ഒരു മട്ടൻ ബിരിയാണി കഴിച്ചാലോ? ആ 2 മട്ടൻ ബിരിയാണി, ഒരു ബിക്കൻ ചില്ല, ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ, 2 മട്ടൻ ബിരിയാണി, ഒരു ചിക്കൻ ഫ്രൈ. കൊതി വരുമ്പളേ പലതും പറഞ്ഞത് തെറ്റിപ്പോവും. പോരെ? ആ മതി. ഓക്കെ സർ. അളിയ, ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോണതിന് അറിഞ്ഞില്ലേ? അതിൻ്റെ കാര്യം സംസാരിക്കാനാണ് ഞാനിങ്ങ് എത്തിയത്. അല്ല അപ്പോൾ ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സോ? അത് നല്ല ബിസിനസ് ആയിരുന്നു, പക്ഷേ നഷ്ടത്തിലായിപ്പോയി. നമ്മുടെ നാട്ടുകാരുടെ സ്വഭാവം അറിയാലോ. അതിനുശേഷം അവന്മാരെ ചൊറിച്ചിൽ വർത്തനം തുടങ്ങി. സർ ബിൽ എന്നയ്യാ ഉനക്കുള്ള അവസരം? സാപ്പിട്ട് മുടുக்கிறதுக்கு മുன்னாடி ബിൽ കൊടുക്കറിയാ? ഓ ജ്യൂസും ഉണ്ടാ? ഓ സർ ഉങ്ങൾക്ക്? ഇല്ല വേണ്ട. പൈനാപ്പിൾ ജ്യൂസ്. ഓക്കെ സർ. സർ ജ്യൂസ്. ബിൽ ബിൽ. സർ ബിൽ. അളിയത് ലാഭമുണ്ടത്. ഇവിടെ പൈസ കുറവാണ്. ദേ അളിയ, എനിക്ക് ബിസിനസിൻ്റെ കാര്യത്തിന് 1-2 പേരെ കാണാനുണ്ടേ ഇവിടെ തന്നെ. നമുക്കിറങ്ങാം. ഇല്ല അളിയൻ പോയിക്കോ. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങോട്ട് വരാതെ കൊണ്ടുണ്ട്. ഞാൻ അവനെ കണ്ടിട്ട് പോയിക്കോളാം. ഞാനൊരു 5 മണിയാകുമ്പോൾ വിളിക്കാം. ആ ദേ മറക്കരുത്, 5 മണിട്ടാ. ഗ്രൈൻഡറോ? മാവാട്ടാൻ പറ്റില്ലല്ലോ ദൈവമേ. ഇവിടെ വാതില് ഇറങ്ങി ഓടിയാലോ?
ഹലോ ജോണേ, എടാ നീ ഇവിടെ ഈ റോയൽ ഹോട്ടലിലേക്ക് ഒന്ന് വരാമോ? നിന്റെ ഓഫീസിന് തൊട്ടടുത്താ. എടാ പ്ലീസ് ഡാ, ഞാനിവിടെ തന്നെ ഉണ്ട്, ഒന്ന് പെട്ടെന്നോ. ഓക്കെ. എന്തു പറ്റിയടാ? ഇവിടുത്തെ കാശ് അടിച്ചോണ്ട് പോകുമ്പോൾ നീ ഏത് കൊണ്ടിരിക്കുന്നു? നീ വന്നു പോയതിനു ശേഷം വട്ടരാജ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും മുമ്പിലിട്ട് എന്നെ നാറ്റിച്ച്. എൻ്റെ അപ്പത്തെ അവസ്ഥ നിനക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ലടാ. ഒരു വക പള്ളിപ്പെരുന്നാൾ മുണ്ടൊഴിഞ്ഞ സ്ഥിതിയായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സമയത്തിന് കാശ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പണിയാണ്. അത് ഏറ്റവും കൂടുതൽ പണിയിട്ട് പണം എനിക്കാ. ഉന്നയിച്ച് ഞാൻ പണം തരേ എന്നാ അയാൾ പറഞ്ഞത്. മാത്യു, ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചെയ്തു തരാൻ പറ്റുന്നൊക്കെ ഞാൻ നിനക്ക് ചെയ്തെന്നുണ്ട്. ഇനി നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്, ഞാൻ പോണം. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഒരുത്തൻ കൈ കിട്ടി കഴിഞ്ഞാൽ വെട്ടി കൊല്ലാൻ നടക്കാം. കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല. ആ സമയത്ത് അവന്റെ 2 മട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, പൈനാപ്പിൾ ജ്യൂസ്. എടാ എൻ്റെ അളിയും വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അയാൾ കഴിച്ചതിൻ്റെ അരമണിക്കൂറായിട്ട് ഞാനിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതിരിക്കുക. എൻ്റെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ലടാ. ഈ ഒരു പ്രാവശ്യം കൊണ്ട് നീ ഇത് കൊടുക്കണം. എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ തരാം, പ്ലീസ്. ശരി വാ. இந்த கார்டு ஒர்க் ஆகலை. ஒர்க் ஆகலை. ஒர்க் ஆகலை. എത്ര? 464. കറക്റ്റ് അല്ലേ? വട്ടരാജ എങ്ങനത്തെ ആളാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. എനിക്ക് നിന്റെ ഒരു കാര്യം അറിയേണ്ട ആവശ്യമില്ല. ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ വട്ടരാജക്കുള്ള കാശ് നീ കൊടുത്തേ പറ്റൂ. അതിപ്പോ നീ ആരുടെ കഴുത്തിന് കത്തി വെച്ചിട്ടാണെങ്കിലും ബാങ്ക് കൊള്ളടിച്ചിട്ട് തട്ടിപ്പറിച്ച് കൊണ്ടാണെങ്കിലും ശരി. അത് കഴിഞ്ഞിട്ട് നീ റൂമിലേക്ക് വന്നോ. നീ ആണാ കാസ് അപ്പുറം ഇപ്പുറം തരാ. വട്ടരാജ വെട്ടി പോന്നില്ലെങ്കിൽ തരാം. ഫോൺ എടുക്കാൻ പറ്റില്ല. ഫോൺ ഓട്. ബാലൻസ് இல்லைண்ணா. பேலன்ஸ் கம்மியாக இருக்கு. 10. ஏய் பட்டன் எங்கடா? ஆனால் இது வந்து டச் ஸ்க்ரீன். இது டச் ஸ்க்ரீன். எவ்வளோ? 10,000. 10,000? ஆமாண்ணே. 10,000 பட்டனே இல்லை. இப்படி நம்பர் போடு. 9 9 2 8 2 8 4 4 2 2 2 2 3 3 3 3 4 4 4 4 போட்டியா? போட்டியா? மாலிக் வட்டி ராஜா கூட ஃபிகர் இருந்த பெரிய ஹீரோட நீ உன் லவரை தூக்கியாச்சு. காசை கொடுத்து அவளை கூட்டிட்டு போ. அண்ணா எந்த பொண்ணு? ஒரு பொண்ணு பின்னாடி சுத்திட்டு இருந்தியே அவதான். அண்ணா எனக்கு தெரியாது. ஷீ இஸ் நாட் மை லவர். நீ விடுற கதையில நம்புறதுக்கு நான் ஒன்றும் பொட்டனா இல்லை. 5 மணிக்குள்ள காசை கொடுத்துட்டு அவளை கூட்டிட்டு போ. 10 ரூபா குஷ்காவை ருசிச்சு திங்கிறவனா அவ வேற பார்க்க பாய் விட்டு பிரியாணி மாதிரி இருக்கா. புரியுதுல்ல மிஸ்டர் ராஜா? ஏய் கஞ்சா இழுத்துட்டு ஏதாவது முக்கத்தனமா யோசிச்ச உன் அண்ணன் கிட்ட போட்டு கொடுத்துரு. ஹலோ வட்ராண்ணா, வட்ராண்ணா அண்ணன் கிட்ட சொல்லாதண்ணா. என்னை பற்றி நல்லா தெரியும் மாணிக், உனக்கு பார்த்து பிடிச்சிக்கோ. அண்ணா
ചേട്ടനോട് പറയില്ലട്ടണ്ണ. ഹലോ ഹലോ. ഞാൻ എന്ത് എന്താ அவங்கள வராதான் இருக்கும். വട്ടിരാജയ്ക്ക് കാശ് കൊടുക്കണം, ജീനയെ കൂട്ടിക്കൊണ്ട് വരണം. അതിനു മുമ്പ് അവളുടെ അപ്പം കൊടുത്ത കംപ്ലൈൻറ്റ് സത്യമില്ലെന്ന് പ്രൂവ് ചെയ്യണം. തിന്നാൻ വേണ്ടി ജനിച്ച കളിന് 50,000 രൂപ കൊടുക്കണം. ഇതെല്ലാം വൈകിട്ട് 5 മണിക്കുള്ളിൽ നടക്കുകയും വേണം. ജോലി അന്വേഷിച്ച് പോയ സ്ഥലത്തൊക്കെ എക്സ്പീരിയൻസ് ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ പിച്ചക്കാരനെ പോലെ ഇരിക്കേണ്ടി വരില്ലായിരുന്നു. ദൈവത്തോടുള്ള വിശ്വാസം പോയി തുടങ്ങി. എക്സ്പീരിയൻസ് വേണ്ടാത്ത 2 ജോലിയുള്ളൂ. ഒന്ന് പിച്ചെടുക്കൽ, പിന്നൊന്ന് പിടിച്ചു പറി. ചേട്ടനോട് പറയില്ലട്ടണ്ണ. ഹലോ. എന്താടാ പറ്റിയത്? റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് പറ്റിയതാ. ആ ഓട്ടോ വന്ന സ്പീഡിൽ അടിച്ചിരുന്നെങ്കിൽ ഞാൻ തട്ടിപ്പോയനെ. ഈ നിൽക്കുന്ന പുള്ളിയാണ് കറക്റ്റ് സമയത്ത് എന്നെ രക്ഷിച്ചത്. ഞാനാ? ഇവനോ? ആ, താങ്ക് യു. എന്താ നിന്റെ പേര്? മാത്യു. മാത്യു. മാത്യുവിനെ ഇവനെപ്പോഴാണ് ജനിച്ചതെന്ന്? എൻ്റെ ഏട്ടൻ്റെ മോനുണ്ടായപ്പോഴാണ് ഞങ്ങളുടെ അപ്പൻ ഇവൻ ജനിക്കുന്നത്. ഒരനിയനെ പോലല്ല, സ്വന്തം മോനെ പോലെ ഞാനിവനെ വളർത്തിയത്. അമ്മയും അച്ഛനില്ലാത്ത ഒരു കുറവും ഞാനിവന് വരുത്തിയിട്ടില്ല. ഡ്രസ്സിന് ഡ്രസ്സ്, ഫുഡിന് ഫുഡ്, പാട്ടിന് പാട്ട്. തുടങ്ങി പുരാണം. ഇപ്പോഴിവൻ എൻ്റെ പാട്ട് കേട്ട് ഉറങ്ങും. ചെറുപ്പം മുതലുള്ള ശീല. മോനെ, നിനക്ക് നല്ല വേദനയുണ്ടല്ലേ? വിഷമിക്കണ്ട, നീ ഉറങ്ങിക്കോ, ഞാൻ പാടാം. ഹരി മുരളി, ഹരി മുരളി. അനിയ, ഞങ്ങളുടെ മാണിക്കുഞ്ഞിനെ ഇടിച്ച ഓട്ടോ നമ്പർ ഓർമ്മയുണ്ടോ? TN07 T5305. എടാ ഊക്കനെ വിളിയടാ. ഏതൂക്കൻ? നമ്മുടെ SI ഊക്കനെ. ആ, എടാ, എന്റെ അനിയനെ ഒരു ഓട്ടോ അടിച്ചിട്ട് നിർത്താതെ പോയി. 1/2 മണിക്കൂറിനുള്ളിൽ ആ ഓട്ടോ ഡ്രൈവറും ഓണറും എന്റെ മുന്നിൽ ഉണ്ടാവണം. ബാക്കി കാര്യങ്ങളൊക്കെ ദൈവമാര് പറയും. ഓട്ടോ നമ്പർ വല്ല അറിയാവടാ? എത്ര? TN07 T5305. മാത്യു, നീ എന്താ ചെയ്യുന്നത്? ഞാനൊരു ജോലി അന്വേഷിച്ചിരിക്കണം സാർ. നീ ഏതുവരെ പഠിച്ചു? BE കമ്പ്യൂട്ടർ സയൻസ്. അത് ശരി. എന്നിട്ടെന്താ നമ്മുടെ കമ്പനി വരാത്തത്? സാറിൻ്റെ കമ്പനിയുടെ പേര്? കമ്പനിയുടെ പേര് സാർ, ഞാനിവിടെ വന്നിരുന്നു. ചോദിച്ച എക്സ്പീരിയൻസ് എനിക്കില്ലാത്തതുകൊണ്ട്. ആര് ചോദിച്ചു? ഞങ്ങളല്ല. മാത്യു, കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആവശ്യമാണ്. കമ്പ്യൂട്ടർ നിനക്ക് എന്തൊക്കെ അറിയാം? എനിക്ക് ബേസിക് കബോൾ, VB.NET, C++, ഫോട്ടോഷോപ്പ് ഇതൊക്കെ അറിയാം. CD റൈറ്റ് ചെയ്യോ? അറിയാം.
DVD-യും റൈറ്റ് ചെയ്യും. അപ്പം നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു കാര്യം ചെയ്യും, രാവിലെ തന്നെ ഓഫീസിൽ നിന്ന് ജോയിൻ ചെയ്യും. ഞാൻ എൻ്റെ പെമ്പർനോത്തിയോട് പറഞ്ഞേക്കാം. ഓ താങ്ക് യു സർ. സാർ എനിക്കൊരു സഹായം ചെയ്യാവോ? എന്ത്? பேஷண்ட் சொன்ன சொல்லி யாராவது இருக்கீங்களா? கேர்ள் வாய்ஸ். அண்ணன் இருக்க. ஓ எங்க? நான் தான். ஓகே, உங்களை டாக்டர் கூப்பிடுறாங்க. நான் வரேன் சொல்லு. சொல்றேன். ജാട കാണിച്ച പെണ്ണും പോയി. മാത്യു, നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. சார் அந்த ஆட்டோ நம்பரை ஆர்டிஓ ஆஃபீஸில் போய் விசாரிச்சிட்டேன் சார். ஆட்டோ டிரைவர் எனக்கு தெரிஞ்சவன் தான். என் வீட்டு பக்கத்தில் தான் சார் இருக்கான். அப்படியா? வண்டியிட சார் இது அங்கே வச்சு. ஓகே. സമയത്രേ? 5 മണി പറയും. കറക്റ്റ് സമയം 4:58. சாயந்தரம் 5 மணி வரைக்கும் தான் அவனுக்கு டயம். வட்டியும் அசல் வரணும். 5 மணிக்குள்ள കാശ് അണ്ണൻ കിட்ட പോ. വട്ടരാജ് എങ്ങനത്തെ ആളാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ വട്ടരാജിക്കുള്ള കാശ് നീ കൊടുത്തേ പറ്റൂ. അത് കഴിഞ്ഞിട്ട് നീ റൂമിലേക്ക് വന്നോ. 50,000 രൂപ അർജന്റായിട്ട് വേണം. വൈകുന്നേരം 5 മണിക്കുള്ളിൽ പെങ്കൊച്ചിനെ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കും. അളിയ ഞാനൊരു 5 മണിയാകുമ്പോൾ വിളിക്കാം. എന്താടാ പറ്റിയേ? റോഡ് ക്രോസ് ചെയ്തപ്പോൾ പറ്റിയതാ. ആ ഓട്ടോ എങ്ങനെ വന്ന് സ്പീഡ് അടിച്ചിരുന്നെങ്കിൽ ഞാൻ തട്ടിപ്പോയെന്നെ. ഈ നിൽക്കുന്ന പുള്ളിയാ രക്ഷിച്ചേ. ഇവനെ കൊണ്ട് തോറ്റില്ല. നിന്റെ പേരെന്തുവാ? മിസ്റ്റർ ജോണിക്കുട്ടി, നിങ്ങളുടെ മോളെ കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പേടിക്കേണ്ട ഒരാവശ്യമില്ല. ജീനയെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ച് തന്നിരിക്കും. ഈ കാര്യത്തിന് നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ? മോളെ ഒരുത്തൻ തട്ടിക്കൊണ്ടുപോയി. അവനെ എങ്ങനെ അവന്റെ കയ്യിൽ കിട്ടിയ അവന്റെ ഷഡ്ജത്തിൽ തുടങ്ങി പഞ്ചമത്തിലെത്തി ഋഷഭം വലിച്ചു കീറി മധ്യമത്തി ആപ്പടിച്ചു കയറ്റും. ഇതിനെല്ലാം കാരണക്കാരികളാ. ഉണി അറിയാം കംപ്ലൈന്റ് കൊടുക്കുകയല്ലേ ഫോൺ നമ്പർ കൊടുക്കുന്നത്? ഞങ്ങളല്ല ഞാനല്ല സർ. നിന്റെ പേരെന്താന്ന് പറഞ്ഞേ? അത് എന്തായാലും അന്വേഷിക്കാൻ പറഞ്ഞ കാര്യം. ഓണറെ കിട്ടി, അവൻ പുറത്തുണ്ട്. അവന്റെ പേര് എന്താണ്? അവന്റെ പേര് പറഞ്ഞേ? വട്ടിരാജ സർ. വട്ടിരാജ. പട്ടിരാജ? വട്ടി വട്ടി പലിശ. നീ വാ, ഈ കാര്യം നീ ഡീൽ ചെയ്യും. അല്ല സാറിനത് ഡീൽ ചെയ്യും. ഇല്ല, എന്നെ കൺട്രോൾ ചെയ്യുന്ന ആള് വേണം. ഈ ടെൻഷനിൽ ഞാൻ കൂടി ചെന്നാ അവനെ ചിലപ്പോൾ തട്ടിക്കളഞ്ഞിരിക്കും. അതല്ല നീ വാ. വേണ്ട സാർ, സാർ തന്നെ എങ്ങനെയെങ്കിലും. ഇല്ല, നീ ഒന്നും പറയണം, നീ സംസാരിച്ചാ പറ്റൂ. വാ ചെല്ല്. നീ എന്നെ കൺട്രോൾ ചെയ്തോ. വട്ടിരാജ സർ. എന്താടോ ഇത്? ഓണർ തട്ടിപ്പോയി. ചെറിയൊരു ആക്സിഡന്റ് ആയിരുന്നു. ചത്തോ? കൊല്ലാന്ന് വിചാരിച്ചത്. ഏയ് തുടങ്ങിയ ഒഴുകുത്തി
ஆமாம் நீங்கள் எப்படா கல்யாணம் பண்ண போகிறீங்க? ம் உங்ககிட்ட வாங்க காசை கொடுத்துட்டு கல்யாணம் பண்ணிக்கிறேண்ணே. ஆமாண்ணே. வெற்றி, மாணிக், மேத்யூ, புஷ்கர். அடுத்த வேண்டா லைட் ஹவுஸ்ண்ணே.